ഉത്സവപ്പറമ്പിലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ കാണാതാകുന്ന കഥകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഇങ്ങനെ കാണാതാകുന്ന കുട്ടികൾ തന്റെ കുടുംബത്തെ തേടി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ കഥകളും ഏറെയാണ്. തന്റെ 3-ാം വയസ്സിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട ചൈനീസ് സ്വദേശിയായ ഗൗമിങ് മാർട്ടിസന്റെ കഥയാണ് കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. 12 വർഷത്തെ തിരച്ചിലിനൊടുവിലാണ് 28 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെ ഈ യുവാവ് കണ്ടെത്തിയത്. 1994 കിഴക്കൻ ചൈനയിൽ ചിയാങ്സു പ്രവിശ്യയിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് ഗൗമിങ്ങിന് എന്ന പയ്യന് വഴിതെറ്റുന്നത്. അച്ഛനമ്മമാരോടൊപ്പം യാത്രയ്ക്കായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ഗൗമിങ്. അന്ന് ഗൗമിങ്ങിന്റെ അമ്മ വെന്നിനെ അവിടെ വെച്ച് ആദ്യം കാണാതായിരുന്നു. തുടർന്ന് അവന്റെ അച്ഛൻ ഗാവോ ഷാങ്ചുങ് വെന്നിനെ തിരഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ അലഞ്ഞു. ഒരു കൂട്ടം ഗുണ്ടകളുമായി വാക്കുതർക്കവും ഉണ്ടായി. ഇതിനിടയിൽ അച്ഛന് ഗൗമിങ്ങിനെ ശ്രദ്ധിക്കാനായില്ല. അവിടെ വെച്ച് അവന് ആൾക്കൂട്ടത്തിനിടയിൽ വഴിതെറ്റിപ്പോയി. പിന്നീട് കരഞ്ഞുകൊണ്ടിരുന്ന ഗൗമിനെ നാട്ടുകാർ ചേർന്നാണ് അനാഥാലയത്തിൽ എത്തിക്കുന്നത്. ചൈനയിലെ അനാഥാലയത്തിൽ നിന്ന് ഡച്ച് ദമ്പതികളായ ജോസഫും മരിയ മാർട്ടിനസും അവനെ ദത്തെടുത്തു. അന്ന് 4 വയസ്സായിരുന്നു ഗൗമിങ്ങിന്റെ പ്രായം. അനാഥാലയത്തിൽ നിന്ന് നൽകിയ പേരിന്റെ അടിസ്ഥാനത്തിൽ ഡച്ച് ദമ്പതികൾ കുട്ടിക്ക് ഗൗമിങ് എന്ന് പേരുമിട്ടു. എന്നാൽ തന്റെ കൂടെയുള്ളത് സ്വന്തം അച്ഛനും അമ്മയും അല്ലെന്ന് ഗൗമിന് അറിയാമായിരുന്നു. പിന്നീട് അവൻ പ്രായപൂർത്തിയായപ്പോൾ ജന്മം നൽകിയ മാതാപിതാക്കളെ തേടിയുള്ള അന്വേഷണം ആരംഭിച്ചു. ഗൗമിങ്ങിന്റെ തിരിച്ചറിഞ്ഞ പൂർണ്ണ പിന്തുണ നൽകിയ ഡച്ച് മാതാപിതാക്കൾ 2007 കുടുംബസമേതം ചൈനയിലേക്ക് താമസം മാറി. എന്നാൽ ഗൗമിങ് വളർന്ന അനാഥാലയം പൂട്ടിപ്പോയിരുന്നു. പക്ഷെ അവൻ പിന്തിരിഞ്ഞില്ല. അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. കാണാതായ കുടുംബാംഗങ്ങളെ കണ്ടെത്താൻ ആളുകളെ സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ബാവോ ബെയ് ഹുയിജയിൽ ഗൗമിങ് തന്റെ പേരും രജിസ്റ്റർ ചെയ്തു. ഇതിനിടയിൽ ഗൗമിങ്ങിന്റെ അച്ഛനും മകനു വേണ്ടി തിരച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ അപ്പോൾ ഗൗമിങ്ങിന്റെ അമ്മ കാണാമറയത്തായിരുന്നു. അതികഠിനമായ സാഹചര്യങ്ങളിലൂടെയാണ് അച്ഛൻ കടന്നുപോയത്. ഭാര്യയെയും കുട്ടിയെയും നഷ്ടമായ ഗാവോ ഷാങ്ചുങ് കിലോമീറ്ററുകളോളം ഭക്ഷണത്തിനും വെള്ളത്തിനുമായി അലഞ്ഞു. ഒടുവിൽ കാത്തിരിപ്പ് അവസാനിപ്പിച്ച അച്ഛൻ ഗാവോ 2009 ലോകത്തോട് വിട പറഞ്ഞതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇതൊന്നും അമ്മ വെൻ അറിഞ്ഞിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെന്നിനെ നാടോടിയായി ഒരാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അയാളുമൊത്ത് വെൻ ജീവിതം തുടങ്ങി. എന്നാൽ പ്രസവശേഷം അയാൾ വെന്നിനെ ഉപേക്ഷിക്കുകയായിരുന്നു. വെൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും മാനസിക വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു തുടർന്നുള്ള ജീവിതം. പിന്നീട് വെൻ വീണ്ടും വിവാഹം കഴിക്കുകയും 3-ാമതൊരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അപ്പോഴേക്കും മുൻ ഭർത്താവ് ഗാവോ മരിച്ച വിവരം അവർ അറിഞ്ഞു. അപ്പോൾ കാണാതായ മകനിലായിരുന്നു അവരുടെ പ്രതീക്ഷ. ഗാവോയുടെ സഹോദരൻ വെന്നുമായി ബന്ധപ്പെടുകയും അവരുടെ ബാവോ ബെയ് ഹുയിജയിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 2023 അവസാനം ഗൗമിങ്ങിനെ തേടിയ സന്തോഷ വാർത്തയെത്തി. ഗൗമിങ്ങിന്റെ DNA-യുമായി അമ്മ വെന്നിന്റെ DNA ചേരുന്നു എന്നായിരുന്നു വാർത്ത. അമ്മയുടെ മാത്രം DNA ലഭ്യമായ സാഹചര്യത്തിൽ പരിശോധന കഠിനമായിരുന്നുവെങ്കിലും വിവരങ്ങൾ ഒത്തുനോക്കിയുള്ള സന്നദ്ധ സംഘടനയുടെ കാര്യക്ഷമമായ ഇടപെടലാണ് ഇരുവരുടെയും കൂടിച്ചേർന്ന് വഴിവെച്ചത്. എന്നാൽ ഗൗമിങ്ങിന്റെ വളർത്തുമാതാവ് സന്തോഷ വാർത്ത അറിയാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. അവർ അപ്പോഴേക്കും മരണത്തിന് കീഴടങ്ങിയിരുന്നു. അമ്മ വെന്നിനോടൊപ്പം ഗൗമിങ് സ്വന്തം വീട്ടിലേക്ക് പോയി. 2ാം അച്ഛനും അർദ്ധ സഹോദരിയും അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. നിലവിൽ PhD പൂർത്തിയാക്കിയ ഗൗമിങ്ങിന്റെ ഈ അമ്പരിപ്പിക്കുന്ന ജീവിതകഥ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ വൈറലായിരുന്നു.